അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ആളുകൾ കിട്ടാത്തതല്ല പ്രശ്നം. ശരിക്കും ഒരാളെ ക്യാപ്പബിൾ ആക്കാനുള്ള, കമ്മിറ്റഡ് ആക്കാനുള്ള മെക്കാനിസവും സിസ്റ്റവും പ്രോസസ്സും നമ്മുടെ ബിസിനസ്സിലില്ലാത്തതാണ്. പല ഓൺടർപ്രണേഴ്സായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്, എൻ്റെ ബിസിനസ് ഇത്ര വലുതാക്കണം, ഇത്ര സംഭവമാക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അവരോട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇത് നിങ്ങളുടെ സ്റ്റാഫിന് അറിയാം? സ്റ്റാഫിനൊന്നും അറിയില്ല. സ്റ്റാഫിനോടൊന്നും പറയില്ല. കോർ ടീമിനറിയാം. നമ്മൾ രഹസ്യങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ആദ്യം ഒരു ഫൗണ്ടർ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ, അത് എനിക്ക് എൻ്റെ ബിസിനസ്സിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, എൻ്റെ ബിസിനസ് ഞാൻ അടുത്ത കുറച്ച് വർഷം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്, ക്ലാരിറ്റി നിങ്ങൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അത് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നു, അതിനകത്ത് കറക്റ്റായിട്ട് സാധനങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോർ ടീമായിട്ട് ഡിസ്കസ് ചെയ്ത് വേണ്ട അലൈൻമെൻറ്റ് വരുത്തണം. എത്തി കഴിഞ്ഞാൽ ഇത് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ടീം മെമ്പേഴ്സിനോട്, നിങ്ങളുടെ സ്റ്റാഫിന് അറിയണം നിങ്ങൾ എവിടേക്കാണ് ഓടാൻ പോകുന്നത്. അപ്പൊ നിങ്ങളൊരാളെ വിളിച്ചു കൂട്ടി പോകണം, എടാ വാടാ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോവാണെങ്കിൽ ഇത് എങ്ങോട്ടാണ് ഈ യാത്ര എന്ന് അറിയുമെങ്കിലല്ലേ അവൻ ആത്മാർത്ഥയോടെ ചാടി കയറുള്ളൂ. കാരണം അവന്റെ ലൈഫ് രക്ഷപ്പെടണമെന്ന് അവന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കൂടെ അയാൾ 10 കൊല്ലം നിൽക്കാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് തോന്നണ്ടേ, ഇയാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും, എൻ്റെ ഡ്രീം കാർ ഇയാളെ കൊണ്ട് എനിക്ക് വാങ്ങിപ്പിക്കാൻ പറ്റും, എൻ്റെ ഡ്രീം ഹോം ഇയാളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും, എൻ്റെ ഡ്രീം ലൈഫ് കിട്ടും എന്നൊരു തോന്നൽ വേണ്ടേ? അത് തോന്നൽ വേണമെങ്കിൽ നിങ്ങളുടെ വിഷൻ നിങ്ങളുടെ ടീമുമായിട്ട് ഷെയർ ചെയ്യണം. അവർക്കത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിലൂടെ മാത്രമേ ടീമിനൊരു മുറയിലുള്ള സെയിം പേജ് എന്ന് പറയും. നിങ്ങളും നിങ്ങളുടെ ടീമും ഒരേ ട്രാക്കിൽ ഒരേ സ്പീഡിലാണ് ഓടുന്നതെങ്കിൽ പിന്നെ ആ ഓട്ടം ഭയങ്കര രസമാണ്. നേരെ മറിച്ച് ഇതില്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ഓണേഴ്സും വലിയ വിഷൻ്റെ പുറത്ത് ഭയങ്കരമായിട്ട് ഓടും, ടീമിനറിയില്ല ഇയാളെ ഇങ്ങോട്ട് ഓടുന്നുള്ളൂ. പിന്നെ ഏതെങ്കിലും കോർണറിൽ പോയിട്ട് ഈ വരാൻ വേണ്ടി ഒരു ടീം വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കണം. അതുപോലെയാണ് വിഷൻ നമുക്കുണ്ടായിട്ട് അത് ടീമിനോട് ഷെയർ ചെയ്തിട്ടില്ലെങ്കിലുള്ള അവസ്ഥ. മാത്രമല്ല, ഇപ്പം ഇങ്ങനെ ഒരു വിഷനറി ആയിട്ടുള്ള ലീഡറിന്റെ കൂടെ നിൽക്കുമ്പം അവർക്കും ഒരുപാട് കഴിവുകൾ ഉണ്ടാവും സ്റ്റാഫിന്. അവർക്ക് നമ്മുടെ ഈ ഒരു ജേർണിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തരാനും അവരുടേതായിട്ടുള്ള സജഷൻസ് തരാനും അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഒരു ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചാൽ, നിങ്ങളടുത്ത് ഒരാൾ 2 കൊല്ലം പണിയെടുത്തെന്ന് വിചാരിക്കാം. അയാൾ 2 കൊല്ലം കഴിഞ്ഞ് നിങ്ങളുടെ റിസൈൻ ചെയ്ത് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്ത് പോകണം. അയാൾ ആ 2 കൊല്ലം നിന്ന സമയത്ത് നിങ്ങളടുത്ത് നിന്ന് കാര്യമായിട്ടൊന്നും പഠിച്ചില്ലെങ്കിൽ, അയാൾ വന്ന കഴിവ് അയാൾക്ക് പോകുമ്പോഴുള്ളൂ എങ്കിൽ അത് നിങ്ങളുടെ ഫെയിലിയറാണ്. കാരണം നിങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല. അവിടെ നിങ്ങളടുത്ത് വന്നിട്ട് അയാൾ ഒരു തരത്തിലും ഗ്രോ ചെയ്തിട്ടില്ല. അയാളൊരു മണ്ണുണ്ണിയായിട്ട് വന്നു, വലിയൊരു മണ്ണുണ്ണിയായിട്ട് തിരിച്ചു പോകുന്നു. മാത്രമല്ല, നമ്മുടെ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള സ്റ്റാഫിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കിട്ടിയ ആളുകളുടെ ക്യാപ്പബിലിറ്റി കുറവാണെങ്കിലും നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് എഫേർട്ട് എടുത്ത് അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ വളരാനുള്ള എക്സാക്ട്ലി. ഈ സ്റ്റാഫിനെ കിട്ടാനില്ലാത്തതല്ല പ്രശ്നം കേട്ടോ. ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്, ഡെഡിക്കേറ്റഡ് ആയ സ്റ്റാഫിനെ കിട്ടാനില്ലാത്തതല്ല പലപ്പോഴും പ്രശ്നം. തീരെ അല്ലെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് 80% ഡെഡിക്കേറ്റഡ് ആയ, കമ്മിറ്റഡ് ആയ, കേപ്പബിൾ ആയ സ്റ്റാഫിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രോസസ്സും മെക്കാനിസവും സ്ഥാപനത്തിൽ ഇല്ലാത്തതാണ്. ഇപ്പോൾ ഒരു മഹാ തല്ലിപ്പൊളിയായ ഒരു മനുഷ്യൻ ഒരു നല്ല കൾച്ചർ ഫോളോ ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു വിചാരിക്കുക. അയാൾ അവിടെ വളരെ സിൻസിയറായിട്ട് ഒരു 3 വർഷം വർക്ക് ചെയ്തു വിചാരിക്കുക. അയാൾ എത്തിക്കലായിട്ടുള്ള മോറലായുള്ള മനുഷ്യനായിട്ട് മാറും. ഓട്ടോമാറ്റിക്കലി അയാൾ ആ കൾച്ചറിൽ അബ്സോർവ് ആയി പോകും. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ആളുകൾ കിട്ടാത്തതല്ല പ്രശ്നം. ശരിക്കും ഒരാളെ ക്യാപ്പബിൾ ആക്കാനുള്ള, കമ്മിറ്റഡ് ആക്കാനുള്ള മെക്കാനിസവും സിസ്റ്റവും പ്രോസസ്സും നമ്മുടെ ബിസിനസ്സിലില്ലാത്തതാണ്. നിങ്ങളൊരു തല്ലിപ്പൊളിയാണെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങളുടെ സ്റ്റാഫ് മഹാ തല്ലിപ്പൊളിയായിരിക്കും. നിങ്ങളുടെ സ്റ്റാഫ് എല്ലാവരും കള്ളന്മാരാണെന്ന് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളൊരു കള്ളനാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. കാരണം നല്ലൊരു കള്ളനായ ബോസിൻ്റെ അടുത്ത് മഹാകള്ളന്മാരായ സ്റ്റാഫ് അങ്ങനെ കൂടുതൽ നിൽക്കുള്ളൂ. ഇപ്പോൾ 100 പേരുള്ളിൽ 1-2 കള്ളന്മാരാകുന്നത് അത് അയാളുടെ ക്യാരക്ടർ പ്രോബ്ലമാണ്. പക്ഷേ നിങ്ങളുടെ സ്റ്റാഫിൽ മഹാഭൂരിപക്ഷം കള്ളന്മാരാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ, ഫ്രോഡുകളാണെന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ, മടിയന്മാരാണെന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ, അതിനർത്ഥം എന്താ വെച്ചാൽ നിങ്ങൾ മടിയനാണ്. നല്ല ആക്റ്റീവായ ഒരാളുടെ സ്ഥാപനത്തിൽ ഒരാൾക്ക് മടിയനായിട്ട് തുടരാൻ പറ്റില്ല. ഒന്നുകിൽ അയാൾ വിട്ടിട്ട് പോകും, അല്ലെങ്കിൽ അയാളുടെ മടി മാറും. പക്ഷെ ഇതിനകത്ത് വേറൊരു കോൺട്രവേഴ്സി ഉണ്ട്. കാരണം ചില ഓൺടർപ്രണേഴ്സ് അവർ തിങ്ക് ചെയ്യുന്നതിൻ്റെ ഇതായിരിക്കാം, നമ്മൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ പല രീതിയിൽ നമ്മുടെ സ്റ്റാഫിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇറങ്ങിയിട്ട് ഇപ്പം കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് പോയി ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ കമ്പനി വിട്ടു പോവുകയൊക്കെ ചെയ്താൽ നമ്മൾ അത്രയും എടുത്ത എഫേർട്ട്
വെറുതെ ആയില്ലേ എന്നുള്ള ഒരു തോട്ടും ചില ഈ തോന്നലാണ് മിക്കവാറും ബിസിനസ്സുകളെ പൂട്ടുന്നതിലേക്ക് എത്തിക്കുന്ന ഒരു മണ്ടൻ ചിന്തയാണത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുത്തില്ല എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ടീമിന് ഒരു ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും കൊടുത്തില്ല, എന്ത് ബെനിഫിറ്റ് കിട്ടും നിങ്ങൾക്ക്? ഒന്നും കിട്ടില്ല. നിങ്ങളുടെ സ്ഥാപനത്തിൽ കഴിവില്ലാത്ത കുറേ പൊട്ടന്മാരും കുറേ മൊണ്ണകളും അടിഞ്ഞുകൂടും ഇല്ലേ? നിങ്ങളുടെ കയ്യിൽ നേരെ മറിച്ച് ഒരു 100 സ്റ്റാഫുണ്ട്. ഇവരെ നിങ്ങൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തു, നല്ല രീതിയിൽ ക്യാപ്പബിൾ ആക്കി, നല്ല രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്ത് ഡെവലപ്പ് ചെയ്ത് മുറയിലുണ്ടാക്കി, നല്ല കൾച്ചർ ഉണ്ടാക്കി. വെറുതെ ട്രെയിനിങ് മാത്രം കൊടുത്താൽ പോരാ, വാല്യൂസ് പഠിപ്പിക്കണം, എത്തിക്സ് പഠിപ്പിക്കണം, വിഷൻ പഠിപ്പിക്കണം. അതെല്ലാം കൊടുത്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൂടെയുള്ള ഒരു 60% ആളുകളും ബെസ്റ്റായിട്ട് മാറും.